പേരുടെ പട്ടികയാണ് കൈമാറിയത്. ഇതിൽ 4 പേർ ഇതിനോടകം കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ശേഷിക്കുന്ന 6 പേരെ കൂടി വിട്ടുകിട്ടണമെന്നതാണ് പോലീസിന്റെ ആവശ്യം. പക്ഷേ അവർ പാർട്ടി ഓഫീസിൽ ഇല്ല എന്ന നിലപാടാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അവർ ഉണ്ടെന്ന നിലപാടിൽ പോലീസും ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് സംഘർഷ സമാനമായ ഒരു സാഹചര്യം ഉടലെടുത്തത്. അതിനൊടുവിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കളുമായി ഉൾപ്പെടെ നടത്തിയ ചർച്ചയിലാണ് പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങാം, അവരെ ഉടൻ പോലീസിനെ കൈമാറും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ശേഷിക്കുന്ന 6 പേരെ കൂടി ഉടൻ പോലീസിന് കൈമാറും, അല്ലെങ്കിൽ അവർ പോലീസിന് മുമ്പിൽ സറണ്ടർ ചെയ്യും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആ ഉറപ്പിലാണ് ഇപ്പോൾ ഇവർ പിൻവാങ്ങുന്നത് എന്നാണ് സൂചന. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഏരിയ കമ്മിറ്റി ഓഫീസിനടുത്തേക്ക് എ ഡി ജി പി എച്ച് വെങ്കടേഷ്, അദ്ദേഹത്തിനൊപ്പം റേഞ്ച് DIGമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഏരിയ കമ്മിറ്റി ഓഫീസിനടുത്തേക്ക് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ഒരുപക്ഷെ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായാണ് അവിടേക്ക് എത്തുന്നത് എന്നതിൽ വ്യക്തത വേണം. അവർ ഇപ്പോൾ ഈ ഒരു വട്ടം പിൻവാങ്ങിയ ശേഷം വീണ്ടും അവിടേക്ക് തന്നെ എത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ വി ജോയ്, VS ശിവൻകുട്ടി, ADGP എസ് വെങ്കടേഷുമായി സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. പിൻവാങ്ങി മാറി നിന്ന് എസ് വെങ്കടേഷ് വീണ്ടും മടങ്ങിയെത്താൻ സാഹചര്യം എന്താണെന്നും വ്യക്തമല്ല. ഹലോ, നിലവിലേതാണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ADGP എച്ച് വെങ്കടേഷ്, 2 DCPമാർ അടക്കമുള്ളവർ എച്ച് വെങ്കടേഷ് മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ഏതാണ്ട് 1/4 മണിക്കൂറോളം അദ്ദേഹം അവിടെ നിന്നു. പ്രതികളെ കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ നേതൃത്വവുമായി സംസാരിക്കാനായി നേരിട്ടെത്തുകയായിരുന്നു ADGP. അവിടെ CPM മുതിർന്ന നേതാക്കൾ തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു. കൈമാറുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണ് പോകുന്നത് എന്നാണ് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയത്. വീണ്ടും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് കാത്തിരിക്കാം.